ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടെസ്റ്റ് നെറ്റ് പ്രോജക്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി അതിൻ്റെ വെയിറ്റ് ലിസ്റ്റ്, ഒരു ഏജൻറ്റിൻ്റെ വെയിറ്റ് ലിസ്റ്റിലേക്ക് നമ്മൾ അതിൻ്റെ ഫോം അപ്ലൈ ചെയ്യേണ്ട പരിപാടി നമ്മൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലുള്ള ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് വെയിറ്റിംഗ് ലിസ്റ്റ്. അവരുടെ ഡിസ്കോഡും സാധനങ്ങളൊക്കെ കണക്ട് ആക്കി വെയിറ്റിംഗ് ലിസ്റ്റ് കൊടുത്താൽ മതി, വാലറ്റ് കണക്ട് ആക്കിയിട്ട്. അപ്പോൾ ചെയ്തിട്ടുണ്ടാവും എന്ന് എല്ലാവരെയും വിചാരിക്കുന്നു. അത് നമ്മൾ കുറച്ച് ദിവസം മുന്നിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് നെറ്റ് ഓൾറെഡി ആക്റ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. $2 മില്യൺ ഇതിൻ്റെ ഫണ്ടിങ് കിട്ടിയിട്ടുള്ളത്. വളരെ കുറവ് ഫണ്ടിങ് ആണല്ലോ. അപ്പോൾ ചെയ്തിട്ട് വലിയ ഉപകാരമൊന്നുമില്ല എന്ന് വിചാരിക്കേണ്ട. കാരണം ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഫണ്ടിങ് റൗണ്ടിലേക്ക് നോക്കുന്നതിനുപരി ഇതൊരു ലെയർ 1 പ്രൊജക്റ്റാണ്. സോ ലെയർ 1 പ്രൊജക്റ്റുകളൊക്കെ പരമാവധി മിസ്സാകാതിരിക്കാൻ നോക്കുക. എല്ലാ ലെയർ 1 പ്രൊജക്റ്റുകളും നല്ല അടിപൊളിയായിട്ട് പ്രോഫിറ്റ് കിട്ടുമെന്നല്ല, പക്ഷേ ചില ലെയർ 1 പ്രൊജക്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടാം. പിന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ അധികം യൂസേഴ്സും ഇല്ല, അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇത് കോസ്മോസിൻ്റെ SDK ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. സോ നമുക്ക് അത്ര വലിയൊരു ബോംബാർഡ് പ്രൊജക്റ്റൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊജക്റ്റാണ്. സോ എല്ലാവരും മാക്സിമം ചെയ്യാൻ നോക്കുക. വളരെ ഈസി ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡുലർ സർവീസാണ് കൊടുക്കുന്നത്. അതായത് സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ബിൽഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ അടുത്തേക്ക് കുറേ ആൾക്കാർ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ട ബിൽഡിങ്ങിന് പണിയാൻ വേണ്ട ആവശ്യമുള്ള കുറച്ച് ടൂളുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരു 10 ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറയുകയാണ് എൻ്റെ അടുത്ത് ഈ ടൂളുകളൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ടൂൾ എടുക്കാൻ പറയണം. അപ്പോൾ ഞാൻ ഈ 10 ആൾക്കാരെ നോക്കിയിട്ട് 10 ആൾക്കാരുടെ ചിലപ്പോൾ ടൂളുകൾ ഞാൻ യൂസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നോക്കും അതിൽ ഏതാണ് നല്ല ടൂളുകൾ. അല്ല, ചിലപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരാൾ ഏറ്റവും പൊട്ട ടൂളായിരിക്കും, ചിലപ്പോൾ ഒരാളുടെ ഏഴാമത് വന്ന ആളുടെ ഏറ്റവും നല്ല ടൂളായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ വരുന്ന ആൾക്കാർ നല്ല ടൂൾ നോക്കിയിട്ട് എന്ത് ചെയ്യും, ആ ടൂളുകൾ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വരുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ആ വരുന്ന ആൾക്കാർക്ക് ഒരു പ്രൂഫ് ഓഫ് പെർഫോമൻസ്, അതുപോലെ തന്നെ റിവാർഡും എന്ത് ചെയ്യും, ഇവർ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മോഡുലർ സർവീസാണ്, ഒരു എയുടെ മോഡുലർ സർവീസ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് പ്രൊജക്റ്റിൻ്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ആക്ടിവിറ്റീസ് പോകാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ ലിങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ടെസ്റ്റ് നെറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എനിക്ക് തോന്നുന്നു 1 ലക്ഷം സംതിങ് യൂസേഴ്സ് മാത്രമേ ഉള്ളൂ, 100K സംതിങ് യൂസേഴ്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അത്ര യൂസേഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് റാങ്ക് നമുക്ക് കയറി പോരാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഏൺ ചെയ്യുന്നത് റോക്സ് എന്ന് പറഞ്ഞൊരു പോയിന്റാണ് ഏൺ ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ടോക്കണായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളോട് പറയുക മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ബേസ് സെപ്പോളിയാണ് വേണ്ടത്. അപ്പോൾ ബേസ് സെപ്പോളി കിട്ടണമെന്നുണ്ടെങ്കിൽ ആൽക്കമിയുടെ സൈറ്റ് ഉണ്ട്. ആൽക്കമിയുടെ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.001 എത്ത് നമ്മുടെ ബേസ് മെയിൻ നെറ്റിൽ വേണമെന്ന് പറയുന്നത്. ബേസ് മെയിൻ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്കിൽ ബേസിൻ്റെ മെയിൻ നെറ്റിൽ ഇമ്പോർട്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് 0.001 വാല്യൂ ഉള്ള ഇത്തീറിയം അവിടേക്ക് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആൽക്കമിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ലോഗിനും കൂടി ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഐം നോട്ട് റോബോട്ട് കൊടുത്തെങ്കിൽ സെൻമിത്തോണ് 0.1 ബേസ് സെപ്പോളി എത്ത് കിട്ടും. പക്ഷേ ഇത് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്ര പൈസ കൊണ്ടുണ്ട്. അതിനെ പകരമായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി സെപ്പോളിയ എത്ത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ സൂപ്പർ ബ്രിഡ്ജിലേക്ക് വരിക. നമ്മുടെ സോണിയ മിനാറ്റോടെ ആദ്യ സൈറ്റിൽ എടുത്താൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, ഒന്ന് ലോഡാവട്ടെ. അതിനായിട്ട് നമ്മുടെ എന്തുണ്ട്, സെപ്പോളി ഉണ്ട്. ആൻഡ് ഈ സോണിയ മിനാറ്റോ ഇല്ലേ, സോണിയ മിനാറ്റോ മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, താഴോട്ട് വന്നതിന് ശേഷം അവിടെ നമുക്ക് ബേസ് സെപ്പോളിയ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിൽ ഇപ്പോൾ ബേസ് സെപ്പോളിയ എത്ത് അത്യാവശ്യം നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അതിനെ ഈ ബേസ് സെപ്പോളിയിലേക്ക് എന്ത് ചെയ്യുക, ബ്രിഡ്ജ് ചെയ്യുക. 3 or 4 എത്തിയതേയും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വെറുതെ അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്താൽ മതി. വെറുതെ ഈ ആൽക്കമിൽ വന്നിട്ട് പൈസ കളയാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. കളയുകയല്ല, വെറുതെ അവിടെ കൊണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. സൂപ്പർ ബ്രിഡ്ജ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതൊരു ഇൻഫർമേഷൻ ആയി എടുക്കുക. നിങ്ങൾക്ക് ഏത് ചെയിൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ചെയിൻ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ ലിസ്കിൻ്റെ സെപ്പോളിയ ഏതെങ്കിലും പ്രൊജക്റ്റ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ സെപ്പോളിയ ടെസ്റ്റ് നെറ്റ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. OPയുടെ സെപ്പോളിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. ബ്രിഡ്ജ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ എനിക്ക് 0.01 ആണ് വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് 0.2 വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ റിവ്യൂ പിടിച്ചു കൊടുത്തെങ്കിൽ ഒന്ന് ലോഗിൻ ആയി കഴിഞ്ഞ് എൻ്റെ ഡിസ്കണക്റ്റ് ആയി കൊടുക്കണം. ഓക്കെ, റിവ്യൂ പിടിച്ചു കൊടുത്തു, കണ്ടിന്യൂ കൊടുക്കുന്നു. എല്ലാതും എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡ് ആയി കൺഫേം സ്റ്റാർട്ട് കൊടുക്കുക. ഒരു 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും 0.8 ബേസ് സെപ്പോളി എന്ത് ചെയ്യും, നമ്മുടെ വാലറ്റിലേക്ക് എത്തുന്നതായിരിക്കും. ഈ ട്രാൻസാക്ഷൻ ഒന്ന് അപ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യണം. അടുത്ത സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് വരിക. ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇവിടെ വന്നിട്ട് എല്ലാ സംഭവങ്ങളും കണക്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ, നിങ്ങളുടെ എക്സ് അക്കൗണ്ട്, നിങ്ങളുടെ ഗിറ്റ് ഹബ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്കോഡ് അക്കൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്തെടുക്കുക. ഇത്രയും കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഏകദേശം നമ്മുടെ ബേസിക് ആക്ടിവിറ്റി കഴിഞ്ഞു. പിന്നീട് നമ്മൾ ക്വസ്റ്റിലേക്ക് വരുന്നത്. ക്വസ്റ്റിലേക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെഫറൽ സിസ്റ്റം കാണാൻ പറ്റും.
ഈ റെഫറിൽ നിങ്ങൾക്ക് തുടക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരു റെഫറിൽ ഇവിടെ കോഡ് അടിക്കാൻ പറയും. ഈ കോഡ് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന പോയിന്റിന്റെ ഇതുവരെ ഡോക്യുമെന്റിൽ എഴുതിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കോഡ് വഴിയാണ് ഇവിടെ കയറുന്നത് എന്നുണ്ടെങ്കിൽ, റെഫർ സിസ്റ്റം വഴി കയറുന്നുണ്ടെങ്കിൽ 3x മൾട്ടിപ്ലൈ നിങ്ങൾക്ക് കിട്ടും. ആകെ 5 പ്രാവശ്യം ആണ്ടാണ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റെഫറൽ കോഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആകെ കിട്ടുന്നത് പിന്നീട് നമ്മൾ വീണ്ടും ജനറേറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്തില്ല. അപ്പോൾ 5 പ്രാവശ്യം ചെക്ക് ചെയ്ത് തന്നെ എന്ത് ചെയ്യും, കൃത്യമായിട്ട് എനിക്ക് ഈ റെഫർ കോഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എനിക്ക് ഇവിടെ ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ റാങ്കിങ് കാണാൻ പറ്റും 60,000 ആണ്, റോക്സ് 150 ആണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റ് മുന്നേ മാത്രമാണ് നമ്മൾ എന്ത് ഈ ഒരു അക്കൗണ്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, എനിക്ക് ആകെ ഉണ്ടാകുന്ന 10 ആയിരുന്നു. അപ്പോൾ എൻ്റെ റാങ്ക് എന്ന് വന്നത് 1 lakh സംതിങ് ആയിരുന്നു, അതായത് ഏറ്റവും അപ്പ് കയറിയ ന്യൂ യൂസറിൻ്റെ റാങ്ക് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ റാങ്ക് 150 റോക്ക് ആയപ്പോഴേക്കും എൻ്റെ 16,000 റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റാങ്ക് കയറാൻ പറ്റും. ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഇവിടെ കാണുന്ന എല്ലാ ടാസ്കുകളും കണ്ടില്ലേ, ഡെയിലി ലോഗിൻ, അതുപോലെ തന്നെ വാലറ്റ് കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ എക്സ് അക്കൗണ്ട് കണക്ട് ചെയ്യുക, ഡിസ്കോഡ് കണക്ട് ചെയ്യുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഓരോന്നും കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ പോയിന്റ്സ് കയറുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇന്ററാക്ട് വിത്ത് ഏജൻസ് പോകുന്നുണ്ട്, നമുക്ക് ഓരോ ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. എല്ലാ ക്വസ്റ്റും നമുക്ക് ചെയ്യണമെന്നില്ല. ഇപ്പോൾ ജോയിൻ ടെലഗ്രാം നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ആ കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ആ പോയിന്റ്സ് പെട്ടെന്ന് ഏൺ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് അവരുടെ ഗ്രൂപ്പിൽ വെറുതെ ജോയിൻ ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ക്വസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ക്വസ്റ്റൊക്കെ വെറുതെ ഞാൻ ക്ലിക്ക് ചെയ്ത് അപ്പുറത്തേക്ക് പോയാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആക്കണമെന്നൊന്നുമില്ല, വെറുതെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റൊക്കെ കംപ്ലീറ്റ് ആവാറുണ്ട്. പിന്നെ ഇതിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ പ്യൂരിറ്റി കൺട്രോൾ ആണ്. അതെന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബഗ് എന്തെങ്കിലും ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അതൊരു ഫോം നമുക്ക് വരും. അപ്പോൾ ആ ഫോമിൽ കയറുക, അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തെക്കുറിച്ചുള്ള ഒരു ജെന്യൂൻ ആയിട്ട് റിവ്യൂ കൊടുക്കണം, ജെന്യൂൻ ആയിട്ട് റിവ്യൂ കൊടുക്കാം. ഞാൻ സൈനിറ്റ് വെരിഫൈ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് കൺഫേം ചെയ്യാണ് നമ്മൾ സൈൻ കൊടുക്കുന്നത്. അതിനുശേഷം ഡിസ്കോഡ് ചാനലിൽ നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തു. അവരുടെ സെർവറിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ആയിരിക്കണം. ഞാൻ ജോയിൻ ആണ്. നമുക്കിവിടെ കാണും നമുക്ക് എത്ര പോയിന്റ് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 9 കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനൊരു ലാഗ് ഉണ്ട്, ട്രാൻസാക്ഷൻ വെച്ചിട്ട് ലാഗ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ UI കുറച്ചുകൂടി മിനിമലിസ്റ്റിക് കഴിഞ്ഞ് കുറച്ചുകൂടി കാണാൻ ഭംഗിയുണ്ടാവും പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു, ഐ എം നോട്ട് റോബോട്ട് കൊടുത്തതിന് ശേഷം കാർസ്, ഇവിടെയാണ് ഈ ട്രിക്കിയസ്റ്റ് പാർട്ട്. ഏതൊക്കെയാണ് കാർസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും വീണ്ടും ചോദിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കും, ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു. ഫോം കംപ്ലീറ്റ് ആയി. അതിനുശേഷം വീണ്ടും ഇവിടേക്ക് വരുന്നു. വേണ്ടില്ലേ, ആ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയത് കാണാം, പ്യൂരിറ്റി കൺട്രോൾ. പിന്നെയുള്ളത് ഇങ്ങനെയുള്ളത് സബ്മിറ്റ് ട്രാൻസാക്ഷൻ ആണ്. സബ്മിറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് മെയിനായിട്ടുള്ളത്. ലാബിലേക്ക് വരിക. അതിനുശേഷം നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഓരോ ഒരു ഇൻഫോസിസ് പോലത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു DRP സെലക്ട് ചെയ്യുകയാണ്. DRP സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് ടു ഡിസൈൻ കാണാൻ പറ്റും. ആഡ് ടു ഡിസൈൻ നിൽക്കുക. നമുക്ക് കൊടുത്തതിൻ്റെ പേര് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ DRPC മങ്ക് എന്നങ്ങനെ കൊടുത്തു. അതിനുശേഷം സ്റ്റാർട്ട് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ വാലറ്റിൽ ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ബേസ് സെപ്പോളിയറാണ്. അപ്പോൾ എന്തായാലും സെപ്പോളിയ എത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും സെപ്പോളിയ എന്തായാലും നമുക്ക് വേണം. ഞാനുള്ള എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്താൽ മതി. അപ്പോൾ അതിനുശേഷം ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രൂവ് ഫോർ ഡിപ്ലോയ്മെൻറ്റ് കൊടുക്കുക. ട്രാൻസാക്ഷൻ ഒന്ന് കൺഫേം ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിപ്ലോയ്മെൻറ്റ് ഒരു ആക്ടിവിറ്റി വരും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഏറ്റവും അവസാനം ഇവിടെ അതിൻ്റെ ഒരു അഡ്രസ്സ് കാണുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഇത് കംപ്ലീറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ട്രാൻസാക്ഷൻ ചെയ്താലും ചിലപ്പോൾ അപ്പോൾ തന്നെ അവിടെ കംപ്ലീറ്റ് ആവണമെന്നില്ല, നമ്മുടെ ഡാഷ്ബോർഡിൽ കംപ്ലീറ്റ് ആവണമെന്നില്ല, ചിലപ്പോൾ സമയം എടുക്കാം. അപ്പോൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 3-4 സാധനങ്ങൾ ഇങ്ങനെ ആയിട്ട് ഡിസൈൻ കൊടുത്തിട്ട് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുക, ഓരോ RPC ആയിട്ട് ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സക്സസ് ആവണം നോക്കാം. ഇപ്പോൾ വേണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ വരെ എത്തി, അതിനകത്തും സക്സസ് ആയതാണ്. അപ്പോൾ നമ്മൾ ഈ വ്യൂ ഡീറ്റെയിൽസും വേണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ RPC കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ വീണ്ടും ക്വസ്റ്റിലേക്ക് പോകണം, ചെക്ക് ചെയ്യാൻ പോകണം നമ്മളവിടെ കംപ്ലീറ്റ് ആയെന്ന്. കംപ്ലീറ്റ് ആയിട്ടില്ല, ഓൺ ചെയ്യാൻ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഒരു 3-4 ചെയ്ത് നോക്കാം, എന്നിട്ട് കംപ്ലീറ്റ് ആവണം നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേറെ ഏതെങ്കിലും ക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതുവരെയുള്ള നിഗമനം ഇതുപോലെ ഏതെങ്കിലും ഒരു ലാബ് പ്രോജക്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് നിഗമനം. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ടെലഗ്രാം ചാനലിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആകെ കുറച്ച് ടാസ്ക് മാത്രമേ ചെയ്യുള്ളൂ, അപ്പോഴേക്കും എൻ്റെ റാങ്ക് 8,000 ആയി. അതിനർത്ഥം അധികം ആൾക്കാരും ചെയ്യില്ല എന്ന് തന്നെ അർത്ഥം. കുറേ പേര് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആക്റ്റീവായിട്ട് ചിലപ്പോൾ തന്നെ ചെയ്യുന്നുണ്ടാവില്ല. ഈ ബ്രൗസ് ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ഓപ്ഷൻസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, എന്നിട്ട് കംപ്ലീറ്റ് ആവണം നോക്കുക.
അല്ലാതെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻപുട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടാലും വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇന്ററാക്ട് വിത്ത് ഏജൻസ് ഓൺ ടെലിഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ടെലിഗ്രാം ബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി ഇന്ന് ഇപ്പോൾ ലൈൻ കോഡ് നിങ്ങളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ചാറ്റിൽ ഒരു ബോട്ടിന് ഇട്ടുന്നുണ്ടാവും. ഞാൻ 2 ദിവസമായിട്ട് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. നോ ഹാൻഡ്സ് വേണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രിപ്റ്റോ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ക്രിപ്റ്റോ ഡൗട്ട് എല്ലാം തോന്നുന്നു. ഞാനിപ്പോൾ എടുത്തുകൊണ്ട് കണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള ഡൗട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിപ്റ്റോ റിലേറ്റഡ് എല്ലാ ഡൗട്ടുകളും ചോദിച്ചു കഴിഞ്ഞാലും ഈ ബോട്ട് പറഞ്ഞുതരും. ഇതുപോലെ തന്നെ ഓരോ ഏജൻസിനും വേണ്ടി ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ജിമാത്ത് എന്നൊരു ബോട്ടുണ്ട്. അത് ഞാൻ സൂൺ ഡിപ്ലോയ് ചെയ്ത് നോക്കാം. അത് വേറെ ഒന്നുമില്ല, ജിമാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ജിമാത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും, തിരിച്ച് പറയത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ചെയിൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എക്സിലേക്ക് ഞാൻ തോന്നുന്നു. ബാക്കി കുറേ എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നല്ല ഏജൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ നോക്കാം. ഇത് ഫ്രീ ആണോ നമുക്ക് ഇതുവരെ അറിയില്ല. ഇപ്പോൾ ഫ്രീ ആണ്. ഇനി വരും കാലത്ത് ഇതിൻ്റെ ക്രെഡിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രീ ആയിരിക്കില്ല. കാരണം ഇത് ChatGPT ആണ് ഇതിനെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ക്രെഡിറ്റ് ഇല്ലാവെന്ന് അറിയില്ല. മലയാളത്തിലൊക്കെ ആൻസർ പറയുന്നുണ്ട്. എല്ലാ ലാംഗ്വേജിലും ആൻസർ പറയുമെന്ന് തോന്നുന്നു. അപ്പോൾ പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇതിൽ വേറെ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല. സോഷ്യൽ കണ്ടിട്ട് നമ്മളോട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ചിലപ്പോൾ ടൈം എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഇപ്പോൾ ഇതിൽ കാണുന്ന ഓരോ RPC സാധനങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5-8 എണ്ണത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ട്രാൻസാക്ഷൻ ചെയ്ത് ഒക്കെ ഡിപ്ലോയ് ചെയ്തിടാൻ നോക്കുക. വരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഡിപ്ലോയ് ചെയ്തിടാൻ നോക്കുക. അത്ര മാത്രമേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ടാസ്കുകളാണ്. മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വസ്റ്റിൽ മാക്സിമം റാങ്ക് പുഷ് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ലീഡർ ബോർഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അറിയപ്പെട്ടില്ല അവൻ. അതുപോലെ റെഫറിൽ നമുക്ക് കമ്മ്യൂണിറ്റി ചാറ്റ് നമുക്ക് സപ്പോർട്ട് ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഫറിൽ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റ് ചോദിച്ചാൽ മതി. അതുപോലെ തന്നെ ഇതിന് മുന്നേ എന്തെങ്കിലും ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ലൈൻ കോഡിൻ്റെ ഏതെങ്കിലും മെസ്സേജിന് മെൻഷൻ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈൻ കോഡ് അതിൻ്റെ ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ഒരു ഇൻപുട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ റിമൈൻഡേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ മിനി അനൗൺസ്മെൻറ്റ് ചാനലിലൊക്കെ എന്ത് ചെയ്യും, അവൻ പോസ്റ്റ് ചെയ്തതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ബൈ ബൈ.